രണ്ടാളെ കൊണ്ടാക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇപ്പോൾ 3:30 നമ്മളെ വന്ദേ ഭാരതിൽ നിന്ന് നേരെ കൊച്ചിയിൽ നിന്നാണ് നമുക്ക് ഫുക്കറ്റിലേക്ക്. ആക്ച്വലി നമ്മളെ കോച്ച് പൊസിഷൻ ഭയങ്കര മുന്നിലാണ്. നമ്മൾ കുറേ നടക്കണം. ഇപ്പോൾ ആഗസ്റ്റ് 10 എത്ര നമ്മൾ 6 ആണ്. ഇവരെല്ലാരും ബണ്ണ് നിന്ന് തിരക്കിലാണ്. അങ്ങനെ നമ്മൾ വന്ദേ ഭാരത് കയറി. അപ്പം വന്ദേ ഭാരത് കയറിയ ഉടനെ നമുക്ക് കുറച്ച് സ്നാക്സ് ഐറ്റംസ് തന്നിട്ടുണ്ടായിരുന്നു. മെയിൻലി വടയും അതേപോലെ മിക്സ്ചറും പിന്നെ ഒരു ലോട്ടോ ചോക്കപ്പായും കാപ്പിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കോഴിക്കോട് എത്തി. ഇനി കുറച്ചും കൂടി ദൂരേ ഉള്ളൂ കൊച്ചിയിലേക്ക് എത്താൻ. അങ്ങനെ നമ്മളിവിടെ കൊച്ചിയിലെത്തി. ഇനി ഇവിടെ നിന്ന് നമ്മൾ വിചാരിക്കുന്നത് എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് എയർപോർട്ടിലേക്ക് പോകാമെന്നാണ്. നമ്മൾ ഫ്ലൈറ്റ് വരുന്നത് 2 മണിക്കാണ്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഇറങ്ങിയപ്പോൾ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ മാറി. അതുകൊണ്ട് തന്നെ റോട്ടിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നല്ല വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഒരു ഇടുങ്ങിയ റോഡായിരുന്നു ആക്ച്വലി. അത് നല്ല ട്രാഫിക്കും ഉണ്ടായിരുന്നു. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ഹോട്ടൽ കണ്ടു. അങ്ങനെ അവിടെ കയറി നമ്മൾ ഓർഡർ ചെയ്തത് ദോശയാണ്. ഇവിടെ വടയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. വട കഴിച്ചതല്ലേ നീ വന്ദേ ഭാരതിന്ന്? പിന്നെ എന്തിനാ പിന്നെയും വട കഴിക്കുന്നത്? ആക്ച്വലി ഇവിടെ നിന്ന് ഏകദേശം എയർപോർട്ട് കറക്റ്റ് 1 മണിക്കൂറാണ് കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് സെറ്റായി. ഇനിയിപ്പോൾ നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ട് എയർപോർട്ടിലേക്ക് പോകാനാണ്. ഇവിടെ രാഹുൽ ഊബർ ബുക്ക് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് റേറ്റ് എത്ര? നമ്മൾ ടെർമിനൽ 3 തന്നെയല്ലേ? ടെർമിനൽ 3 ആണ് നമുക്ക് വരുന്നത്. 890 ആണ് വരുന്നത്. ബുക്ക് ചെയ്യാം. എത്ര ടൈം എടുക്കും ഇവരെത്താൻ? ബുക്ക് നമ്മുടെ ഊബർ അപ്പം എത്തിയിരിക്കുകയാണ്. നമുക്ക് ജസ്റ്റ് അങ്ങനെ നമ്മൾ ഊബറിലൊക്കെ കയറി എയർപോർട്ടിലേക്ക് പോവാണ്. കൊച്ചി എയർപോർട്ടിൽ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനുള്ള ലിമിറ്റേഷൻസ് കാരണം നമ്മൾ കൂടുതൽ വീഡിയോസൊന്നും എടുത്തില്ല. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. നമുക്ക് എന്തായാലും ഇനി നാളെ രാവിലെ ഫുക്കറ്റിലെത്തിയിട്ടുള്ള ബാക്കി സ്റ്റോറീസ് കാണാം.